നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിലേക്ക്. പെരിഞ്ഞനത്ത് നിന്ന് കാറുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേ പുള്ള് പാലത്തിന് പടിഞ്ഞാറ് അന്തിക്കാട് പടവിന് സമീപം KLDC കനാലിൽ ബണ്ടിനോട് ചേർന്ന് വെള്ളത്തിൽ വീണ് കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ പൂത്തോൾ മാടമ്പി ലൈനിൽ നടത്തിൽ വീട്ടിൽ 62 വയസ്സുള്ള ഷാജി എന്നയാളാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നാണ് ആളെ തിരിച്ചറിയാൻ സാധിച്ചത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. അതിജീവിതയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ പാലക്കാട് അമ്പലപ്പാറ കടമ്പൂർ സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ 24 വയസ്സുള്ള നിതിൻ ഗോകുൽ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇരിഞ്ഞാലക്കുട DYSP ഷാജു CL, ASI പ്രസാദ്, GS CPOമാരായ ജീവൻ, ES ഉമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിലേക്ക്. കേസിലെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട നിയമവുമായി പൊരുത്തപ്പെടാത്ത 3 കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. ഇരിഞ്ഞാലക്കുടയിൽ 15-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ കോണോത്തുകുന്ന് ജനതാ കോർണർ സ്വദേശി ആലുക്കത്തറ വീട്ടിൽ പ്രകാശൻ 58 വയസ്സ് എന്നയാളുടെ ചേട്ടന്റെ മകൻ ഷാൻ ഓടിച്ചു വന്നിരുന്ന കാർ പ്രകാശന്റെ വീട്ടിലേക്ക് കയറ്റിയിടുവാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രതികൾ വന്നിരുന്ന സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഷാനുമായി തർക്കമാവുകയും പ്രതികൾ ഹെൽമറ്റ് എടുത്ത് കാറിലേക്ക് എറിഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പ്രകാശിനെയും ഷാനിനെയും പ്രകാശിന്റെ ബന്ധുവായ ലോഹിതാക്ഷൻ എന്നയാളെയും അസഭ്യം പറയുകയും തീർത്തുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പ്രകാശിന്റെ കഴുത്തിന് നേരെ കത്തി വീശുകയും പ്രതികൾ വിളിച്ചു വരുത്തിയ നിയമവുമായി പൊരുത്തപ്പെടാത്ത 3 കുട്ടികൾ സ്ഥലത്തേക്ക് വന്ന് കമ്പി പോലുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ഒരുങ്ങുകയും ഭീഷണിപ്പെടുത്തുകയും സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിന് പ്രകാശിന്റെ പരാതിയിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതികളായ പഴുവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന 23 വയസ്സുള്ള വിഷ്ണു പ്രസാദ്, മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള പുത്തൻചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുമ്പുരക്കൽ വീട്ടിൽ 19 വയസ്സുള്ള മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസിൽ ഉൾപ്പെട്ട നിയമവുമായി പൊരുത്തപ്പെടാത്ത 3 കുട്ടികളെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. ഇവർക്കെതിരെ ജുവനിൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. സ്ഥലത്ത് സംഘർഷാവസ്ഥ കണ്ട് നാട്ടുകാരിൽ ആരും അടിയന്തര പ്രതികരണ സംവിധാനത്തിന് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 വിളിച്ച് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു SIയും CPOയും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പ്രതികളെയും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെയും നിയന്ത്രിക്കാനാവാത്തതിനാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് ഇവരെ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തത്, ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. തുടർന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 3 പേർ പ്രായപൂർത്തിയാവാത്തവരാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം അയക്കുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ജിനേഷ് KJ, SIമാരായ സോജൻ AK, കൃഷ്ണപ്രസാദ്, MR ദിനേശ് കുമാർ, PR നാസർ KM, GSI സതീശൻ, മുഹമ്മദ് റാഷി, GSI
ഷാബു, ഗോപകുമാർ, GSCPOമാരായ അർജുൻ, അമൽകൃഷ്ണ, സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പെരിഞ്ഞനത്ത് നിന്ന് കാറുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. കയ്പമംഗലം ആശാരിക്കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള ഇജാസ്, മതിലകം കൂളിമുട്ടം എമ്മാട് സ്വദേശി 25 വയസ്സുള്ള ഹാരിസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇക്കഴിഞ്ഞ 15-ന് പുലർച്ചെയായിരുന്നു മോഷണം. 3 പീടിക സ്വദേശി മുഹമ്മദ് അനസിന്റെ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന 6 ലക്ഷം രൂപ വില വരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും 11 ലക്ഷം രൂപ വില വരുന്ന മാരുതി എർട്ടിഗ കാറുമാണ് പ്രതികൾ മോഷ്ടിച്ചത്. തുടർന്ന് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച കാറുമായി പോവുകയായിരുന്ന പ്രതികളെ പിടികൂടിയത്. ഇജാസ് കയ്പമംഗലം, മതിലകം, വടക്കേക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം ഉൾപ്പെടെ 21 കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R. ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, മുഹമ്മദ് ഫാറൂഖ്, ജ്യോതിഷ്, സിനോജ്, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എടത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ വിപണന കേന്ദ്രം ആരംഭിച്ചു. ഫാമിൽ ഉൽപ്പാദിച്ച തൈകൾ, വിത്തുകൾ, ഇളനീർ, ഫിഷ് അമിനോ ആസിഡ്, ഉമിക്കരി, വാഴക്കുല, തെങ്ങിൻ തൈകൾ, വാഴക്കന്നുകൾ, ചെണ്ടുമല്ലി തുടങ്ങിയ ഉത്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്ന് വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ S. മിനി അധ്യക്ഷയായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് B. പ്രതീഷ്, തൊഴിലാളി യൂണിയൻ നേതാവ് ജോസഫ് പെരുമ്പള്ളി, ക്ലർക്ക് നൂർജഹാൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഫാമിന് ഒരു പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് അവർ. മിനിയും മറ്റേ നമ്മുടെ പ്രതീക്ഷയൊക്കെ അപ്പോൾ നല്ലൊരു ഓഫീസേഴ്സ് യഥാർത്ഥ രീതിയിൽ ഓഫീസിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗുണമേന്മ ഫാമിനുണ്ടാവും. തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ നല്ല നിലയ്ക്ക് ഉള്ള പാണഞ്ചേരിയായിരുന്നു നല്ല ഫാമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് പൈസ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് പാണഞ്ചേരിയിൽ നിന്നാണ്. പക്ഷെ അതിനേക്കാൾ നല്ല രീതിയിലേക്ക് ഈ എടത്തിരുത്തി ഫാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പ്രതീക്ഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കുറച്ച് ദിവസങ്ങൾ മാത്രം ആയിട്ടേ ഉള്ളൂ നമ്മുടെ മിനി മാഡം ഇവിടെ എത്തിയിട്ട്. അവരും അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി അവർ ഇതുവരെ പ്രവർത്തിച്ച മേഖല വേറെയാണ് എങ്കിലും ഒരു കാർഷിക സംസ്കാരം അവരുടെ മനസ്സിലുണ്ട്. ഒരു പാലക്കാട്ടിലാണ് ജീവിച്ചിരുന്നതൊക്കെ. അതിൻ്റേതായ ഒരു കാറ്റും അവരിൽ വീശിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പൈനൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ, ഷട്ടിൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, കോർഡിനേറ്റർ ES സിനീഷ്, മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സ് ഹെഡ് VR വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ വൈകിട്ട് എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് വിളംബര ഘോഷയാത്രയും ഉണ്ടായിരുന്നു. നമ്മുടെ 15 വയസ്സിന് മുകളിൽ 40 വയസ്സിന് താഴെയായിട്ടുള്ള യുവജനങ്ങളെ അവരിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാവുന്ന അവസരങ്ങൾ വളരെ കുറവായി. പലർക്കും കിട്ടും, പലർക്കും കിട്ടാതിരിക്കും. എന്നാൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നമ്മുടെ യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വർഷം തുടങ്ങി വെച്ചു. പിന്നെ അത് തുടങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കായികമായിട്ടുള്ള അവരുടെ ക്ഷമത അത് കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അത് പാടില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരം പരിപാടികൾ യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് ഇന്നു മുതൽ നമ്മുടെ കായികമായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുക. ഇപ്പോൾ ഇവിടെ ഷട്ടിൽ, ബാഡ്മിൻ്റനും അതുപോലെ തന്നെ സ്വിമ്മിങ് ഉൾപ്പെടെയുള്ള പരിപാടികളാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം 16, 17, 18, അതിനുശേഷം 22, 23, 24, 25 ശേഷം 26, 27, 28 തീയതികളിലായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ
വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ യുവജനോത്സവത്തിന് പരിസമാപ്തി കുറിക്കുക. മലക്കപ്പാറയിൽ വീണ്ടും കബാലി റോഡിൽ ഇറങ്ങി അരമണിക്കൂറിലധികം ഗതാഗതം സ്തംഭിപ്പിച്ചു. ഇന്നലെ രാവിലെയാണ് പത്തടിപ്പാലത്ത് ആന നിലയുറപ്പിച്ചത്. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്ത് കുടുങ്ങിക്കിടന്നു. ഷോളയാർ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ കാട്ടിലേക്ക് പറഞ്ഞയച്ചത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തിയത്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലം സമരത്തിലേക്ക്. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതുമാണ് പ്രതിഷേധത്തിന് കാരണം. സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. ഈ മേനി നടിക്കുമ്പോഴും കഴിഞ്ഞ 7 വർഷമായി വിഭാഗത്തിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, സർക്കാർ അംഗീകൃത തസ്തികകൾ പകുതിയിലധികം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ 229 നിന്നും 103 ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു. 53 പേരുണ്ടായിരുന്ന ഫീൽഡ് സ്റ്റാഫ് കേവലം 5 ഫീൽഡ് വർക്കേഴ്സിന്റെ എണ്ണം 50 നിന്നും 18 പരിമിതപ്പെട്ടു. ഇത് വളരെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സാമ്പത്തികമായ നഷ്ടമുൾപ്പെടെ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം പൂട്ടേണ്ട ഗതികേടിലെത്തിക്കുമെന്ന് ജീവനക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഭരണസംഘടനയുൾപ്പെടെയുള്ള സംയുക്ത തൊഴിലാളി യൂണിയൻ പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിലടക്കം കടന്നത്. പണിമുടക്കിന് മുന്നോടിയായി ജീവനക്കാർ കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CITU സെക്രട്ടറി B. അജികുമാർ, INTUC സെക്രട്ടറി K. രാജേഷ്, AITUC സെക്രട്ടറി ഹിരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പണിമുടക്ക് സംബന്ധിച്ച് മേയർക്കും സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും രേഖാമൂലം അറിയിപ്പ് നൽകി. ഇതോടെ മേഖലയിലെ വൈദ്യുതി തകരാറുകൾക്ക് പരിഹാരം കാണാൻ കോർപ്പറേഷൻ പാടുപെടും. അതേസമയം കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തെ സർക്കാർ നേരിട്ടെടുത്ത് KSEBയുമായി ലയിപ്പിക്കാൻ നീക്കം നടക്കുന്നതായും ഒരു കാരണവശാലും അനുവദിക്കുന്നില്ലെന്നും പ്രതിപക്ഷാംഗം ജോൺ ഡാനിയൽ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. ഏറ്റെടുക്കലിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിന് സമർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസില്ല. TN പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ചു. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്നാണ് പോലീസ് നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയില്ല. പരാതിക്കാരൻ വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് സ്ഥിരം താമസക്കാരനാണെന്നും തൃശൂരിൽ വോട്ട് ചെയ്യാൻ സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റായ വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് സ്ഥിരം താമസക്കാരനാണെന്നും തൃശൂരിൽ വോട്ട് ചെയ്യാൻ സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റായ സത്യവാങ്മൂലം നൽകിയാണ് വോട്ട് ചെയ്തത് തുടങ്ങിയ ആരോപണങ്ങൾ ആയിരുന്നു TN പ്രതാപൻ ഉയർത്തിയത്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും അദ്ദേഹം സമർപ്പിച്ചിരുന്നു. എന്നാൽ TN പ്രതാപൻ ഉയർത്തിയ പരാതികളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണെന്നും അതിനാൽ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. നിയമോപദേശം തേടിയാണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തതെന്നും കോടതിയെ സമീപിക്കുമെന്നും TN പ്രതാപൻ പ്രതികരിച്ചു. കുന്നംകുളത്ത് മലങ്കര ആശുപത്രിക്ക് സമീപം ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. പരിക്കേറ്റ ഹനീഫയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘർഷ സമയത്ത് 2 ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പൂച്ചയെ പിടിക്കാൻ വൈദ്യുതി പോസ്റ്റിൽ കയറിയ പെരുമ്പാമ്പ് 2.5 മണിക്കൂറോളം നാട്ടുകാരെ വട്ടം കറക്കി. ഗുരുവായൂരിൽ തമ്പുരാൻപടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഒരു പാമ്പ് കാരണം നാട്ടുകാരാണ് പുലിവാൽ പിടിച്ചത്. പൂച്ചയെ പിടിക്കാൻ കയറിയ പെരുമ്പാമ്പ് വൈദ്യുതി ലൈനെടുത്തെത്തിയപ്പോഴേക്കും നാട്ടുകാർ KSEBയെ വിവരമറിയിച്ചു. തുടർന്ന് ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പോസ്റ്റിനു ഏറ്റവും മുകളിൽ കയറി 11 kV ലൈനിലൂടെ ചുറ്റിവരിഞ്ഞു. വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ പ്രബീഷ് ഗുരുവായൂർ കോണി ഉപയോഗിച്ച് പോസ്റ്റിന് മുകളിൽ കയറി. പാമ്പ് ആക്രമണ സ്വഭാവം കാണിച്ചതോടെ പ്രബീഷ് തോട്ടി ഉപയോഗിച്ച് പാമ്പിനെ വലിച്ച് താഴെയിട്ടു. വൈദ്യുതി കമ്പിയിൽ ചുറ്റി വലിഞ്ഞിരുന്നതിനാൽ ഏറെ പാടുപെട്ടാണ് പാമ്പിനെ പിടികൂടാനായത്. അതുവരെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. 2 മണിക്കൂറോളം ഗതാഗതവും സ്തംഭിച്ചു. പ്രബീഷിന്റെ വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് മറ്റൊരു പാമ്പിനെയും പ്രബീഷ് പിടികൂടി. 2 പാമ്പുകൾക്കും 6 അടിയോളം നീളമുണ്ടായിരുന്നു. ഇവയെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കാൻ ഉത്തരവ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഊർക്കോലിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് ശൃംഗപുരം ഇട്ടാപ്പള്ളി ഏജൻസീസ് ഉടമയ്ക്കെതിരെ വാറണ്ടായി ഉത്തരവായത്.
ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലെ വിധിപ്രകാരം പിട്ടാപ്പിള്ളി ഏജൻസീസ് ഉടമ ഫ്രിഡ്ജിന്റെ വില 18,900 രൂപയും പുറമെ 10,000 രൂപയും നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ വിധി പാലിക്കുകയുണ്ടായില്ല. ഇതിനെ തുടർന്നാണ് തൃശൂർ ഉപഭോക്തൃ കോടതി വാറണ്ട് അയക്കാൻ ഉത്തരവിട്ടത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് KD ബെന്നി ഹാജരായി. ലൈറ്റ് ഹൗസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച സംഭവത്തിൽ 4 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈറ്റ് ഹൗസിൽ സ്ഫോടക വസ്തു പൊട്ടിച്ച് ഭീതി പരത്തുകയും സംഘർഷ സാധ്യതയുണ്ടാക്കുകയും ലൈറ്റ് ഹൗസിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിനാണ് എടക്കര കോലയിൽ വീട്ടിൽ അബു താഹിർ, ബേബി റോഡ് മടപ്പൻ വീട്ടിൽ ഹിലാൽ, ബ്ലാങ്ങാട്ട് സ്വദേശികളായ കല്ലിങ്ങൽ വീട്ടിൽ ഷാഹിൽ, ഇളയേടത്ത് വീട്ടിൽ ഷുഹൈബ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കേസിലെ 1-ാം പ്രതി ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസിന്റെ വലത് കൈപ്പത്തിക്ക് സ്ഫോടനത്തെ തുടർന്ന് ഗുരുതര പരിക്ക് പറ്റിയിരുന്നു. ഇയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിലേക്ക്. പെരിഞ്ഞനത്ത് നിന്ന് കാറുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.